welcome back to Sala Learning. It's me, Sri Bhama SB. മക്കളെ ഇതാ നിങ്ങളുടെ പരീക്ഷയാണല്ലേ. ഓരോരോ സ്കൂളുകളായിട്ട് ഇതാ പരീക്ഷ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്ന് മിസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യമായിട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിനി വേണ്ടത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്, ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമാണ് MCQ ക്വസ്റ്റ്യൻസ് അല്ലേ. സോ 5 ഇമ്പോർട്ടൻറ്റ് MCQ ക്വസ്റ്റ്യൻസുകളായിട്ടാണ് മിസ് ഇന്ന് മക്കളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. സോ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. സിമ്പിൾ ആണ്, പക്ഷേ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാർക്ക് പോകുന്ന സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് MCQ questions നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. യെസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് which of the following turns red litmus to blue? റെഡ് ലിറ്റ്മസ് ബ്ലൂ ആയിട്ട് മാറുന്നത് ഏതിലാണെന്ന് ചോദിച്ചു. അസിഡിക് ആണോ, ബേസിക് ആണോ, ബോത്ത് ആണോ, അതോ നൺ ഓഫ് ദീസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. എടാ മക്കളെ, എന്താണ് റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നത് ഏതിലാണെന്ന് ആലോചിച്ച് വെക്കാം. ആസിഡിലാണോ ബേസിലാണോ? അത് ബേസിലാണ് എന്ന് നമുക്കറിയാം അല്ലെ. കാരണം ബേസിക് നേച്ചർ എപ്പോഴാണോ കാണിക്കുന്നത് അപ്പോഴാണ് നമ്മുടെ ഇൻഡിക്കേറ്റർ ആയിട്ടുള്ള ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്ന സമയത്ത് റെഡ് കളറിൽ നിന്ന് ബ്ലൂ കളറിലോട്ട് മാറുന്നത്. ഇത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു സാധനമാണ്. കാരണം വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് മിസ് ഒരു ട്രിക്ക് പറഞ്ഞുതരാം. അതെന്താണെന്ന് അപ്പൊ പറഞ്ഞുതരാം. ഞാൻ നോക്കിക്കോ, ആസിഡില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു, അതേസമയം ബേസിൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നു. ഇത് പഠിച്ചു വെക്കാനേ നോക്കിക്കോ, ABR എന്ന് പഠിച്ചു വെക്കാം. ABR എന്ന് പറയുമ്പോൾ ആസിഡില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു എന്ന് ആലോചിച്ച് വെക്കാം. അതേസമയം RB² അല്ലെങ്കിൽ RBB എന്ന് പഠിച്ചു വെക്കാം. എന്ന് വെച്ചാൽ റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നു ബേസില എന്ന് ആലോചിച്ച് വെക്കാം. അങ്ങനെ കോഡ് വെച്ചിട്ട് എന്റെ മക്കള് പഠിക്കുമ്പോൾ ഒരിക്കലും മറന്നു പോയില്ല. ABR ആസിഡില് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആകുന്നു, മറക്കാണ്ട് പഠിച്ചു വെക്കണേ. ആൻഡ് RB², അപ്പൊ തന്നെ മനസ്സിലായി റെഡ് ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആകുന്നു ഏതില, ബേസിലെന്ന്. അപ്പൊ ഇത് വെച്ചിട്ട് പഠിച്ചു വെക്കുക, ഒരിക്കലും നിങ്ങൾ അത് മറന്നു പോയില്ല. അത് എപ്പോഴും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത MCQ എന്താന്ന് വെച്ചാൽ എ ബേസ് ഹാസ് ഡാഷ് ടേസ്റ്റ്. ബേസിന് ബിറ്റർ ടേസ്റ്റ് ആണോ, സോർ ടേസ്റ്റ് ആണോ, അതോ രണ്ടും ആണോ, അതോ ഒന്നും അല്ലേ എന്നാണ് ചോദിക്കുന്നത്. എടാ മക്കളെ, ഈ ബേസ് എന്ന് പറഞ്ഞ സാധനത്തിന് എന്ത് ടേസ്റ്റ് ആണ്? കഴിച്ചിട്ട് വയ്യാന്ന് നമ്മൾ പറയും. ദാറ്റ് മീൻസ് ബിറ്റർ ടേസ്റ്റ് ആണല്ലേ. നമ്മുടെ ബേസിന് BB പഠിച്ചേക്കാൻ സിമ്പിളാ. ബേസ് ബിറ്റർ ടേസ്റ്റ്. നല്ല രസമല്ലേ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു റൈമിംഗ് വേർഡ് പോലെ പഠിക്കാൻ നിങ്ങൾക്ക് അല്ലേ. സോ നോക്കിക്കോ, ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട് നമ്മുടെ ബേസിന് അല്ലേ. നമ്മൾ ടൂത്ത് പേസ്റ്റ്, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ്, അതേപോലെ തന്നെ ഡിറ്റർജൻസ് ആൻഡ് സിമന്റ്സ്, സോപ്പുകൾ, അതൊക്കെ ഇതിനുള്ള എക്സാമ്പിൾ ആണ് മക്കളെ. ബേസുകൾക്കുള്ള എക്സാമ്പിളുകളാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ഈ സാധനങ്ങളൊക്കെ നമ്മൾ അറിയാണ്ടെങ്കിലും പേസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് പേസ്റ്റ് വിഴുങ്ങി പോയിട്ടില്ലേ, എന്ത് ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക, കഴിച്ചിട്ട് വയ്യാന്ന് പറയല്ലേ. അപ്പൊ നമുക്ക് എന്താണ്, ഇതേപോലെയുള്ള ഒരു ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും എപ്പോഴും നമുക്ക് ബേസിന്റെ കേസിൽ കിട്ടാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത്. അപ്പൊ അതും ആലോചിച്ച് വെക്കാം. അങ്ങനെയാണെങ്കിൽ ആസിഡിന് എന്ത് ടേസ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ. ബിറ്റർ ആണോ, സോർ ആണോ, അതോ രണ്ടും ആണോ, ഒന്നും അല്ലേ എന്ന് ചോദിച്ചിട്ട് ആസിഡിന് എന്ത് ടേസ്റ്റ് ആടാ? അത് സിമ്പിൾ ആയിട്ട് ആലോചിക്കാം. നിങ്ങൾ ലെമൺ കഴിച്ചാൽ നിങ്ങളുടെ മുഖത്തുള്ള എക്സ്പ്രഷൻ എന്താ? പൊളിച്ചിട്ട് വയ്യാന്ന് പറയും. ദാറ്റ് മീൻസ് സോർ ടേസ്റ്റ് ആണെന്ന് പറയും അല്ലേ. സോ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോർ ടേസ്റ്റ് ആണ് ആസിഡുകളിൽ കാണിക്കാം. ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ അല്ലെ. ലെമൺ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, മുന്തിരി, ഗ്രേപ്പ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇതിനകത്തൊക്കെ എന്ത് അടങ്ങിയിട്ടുണ്ട് മക്കളെ? ഇതിനകത്തൊക്കെ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. സോ ആസിഡ് എന്ന് പറയുന്നത് വീക്ക് ആസിഡ് ആണ് ഫുഡ് ഐറ്റംസിൽ ആഡ് ആയിട്ടുണ്ടാവുക, സ്ട്രോങ് അല്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിച്ചും കൂടെ വെക്കുക. അപ്പൊ ലെമൺ ഒക്കെ കഴിക്കുമ്പോൾ ആ എക്സ്പ്രഷൻ മനസ്സിൽ ആലോചിച്ചിട്ട് എഴുതി വെക്കുക. ലെമണിനകത്തിൽ ആസിഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എഴുതി വെക്കണം സിട്രിക് ആസിഡ് എന്ന് കേട്ടോ. അതും കൂടെ ഒപ്പം എന്ന് പറഞ്ഞിട്ടാണ്. ആപ്പിളിനാണെങ്കിൽ മാലിക് ആസിഡ് ആണ്. ആൻഡ് അതുപോലെ ടാമറിൻഡിൽ ടാറ്റാറിക് ആസിഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ആസിഡ്, ടൊമാറ്റോയിലോ ഓക്സാലിക് ആസിഡ് ഉണ്ട്. അതും പഠിച്ചു വെക്കാം. ചിലപ്പോൾ എക്സാമിന് ചോദിച്ചേക്കാം. റെഡി? ഇനി ഇതാ നോക്കിക്കോ, ഓൾ ആസിഡ് ഹാവ് സോർ ടേസ്റ്റ് ആൻഡ് ഓൾ ബേസസ് ഹാവ് ആൽക്കലൈൻ ടേസ്റ്റ് എന്നുള്ള കേസ് നമ്മൾ ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? Which of the following is not an indicator? Methyl orange, antacid pill, both A and B, none of this. ഏതാണ് ഇൻഡിക്കേറ്റർ അല്ലാത്തത്? എന്താണ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ അതാണ് ആദ്യം അറിയേണ്ടത് അല്ലെ. അതെന്നാലേ ഇതിൽ ആൻസർ കിട്ടുള്ളൂ. ആൻസർ വരുന്നത് അന്റാസിഡ് പില്ലാണ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞ സാധനം ആസിഡ് ആണോ ബേസ് ആണോ നമുക്ക് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഒരു വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ എങ്ങനെയാ മക്കളെ, റൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. അപ്പൊ ഞാൻ റൈറ്റിലോട്ട് നീങ്ങുകയാണെങ്കിൽ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടും, ലെഫ്റ്റിലോട്ടാണെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടും. അതുപോലെ ഒരു ആസിഡ് ആണോ ബേസ് ആണോ ഒരു സാധനം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാൻ പറ്റും. അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ അന്റാസിഡ് ആണ് ഇൻഡിക്കേറ്റർ അല്ലാത്തത്. അന്റാസിഡ് എന്ന് പറയുന്നത് നമുക്കൊരു മെഡിസിൻ ആണ്, നമുക്ക് ആസിഡിറ്റി ഒക്കെ വരുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇൻഡിക്കേറ്റർ
indicator are substances that help to distinguish between acid and alkalis through the color change. കളർ ചേഞ്ചിനനുസരിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് ആസിഡ് ബേസ് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? സിന്തറ്റിക് ഉണ്ട്, മാൻമെയ്ഡ്. സിന്തറ്റിക് അല്ലെങ്കിൽ മാൻമെയ്ഡും ഉണ്ട്, നാച്ചുറൽ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. നാച്ചുറൽ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താടാ? നമുക്ക് നോർമലി പ്രകൃതിദത്തമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ, ഹൈബിസ്കസ് ആയിക്കോട്ടെ, ടേമറിക് ആയിക്കോട്ടെ, ലിറ്റ്മസ് ആയിക്കോട്ടെ, ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളാണ് അല്ലെ. സോ ഇതൊക്കെ എന്താണ്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അതേസമയം സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കിയെടുത്ത സാധനങ്ങളാണ്. അതേതാ? മീത്താൽ ഓറഞ്ചും ഫീനോഫ്തലിനും. MP എന്ന് ആലോചിച്ച് വെക്കുക. MP നമ്മുടെ ഓരോ നാട്ടിലും ഓരോ MP ഉണ്ടാവില്ലേ, അതേപോലെ MP, മീത്താൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്തലിൻ. അത് പഠിച്ചു വെക്കാം കേട്ടോ. പിന്നെ നമ്മളോട് പറഞ്ഞത് അന്റാസിഡ് പില്ലായിരുന്നു. ഈ അന്റാസിഡ് പില്ല് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ ബോഡിയുടെ അകത്ത് ഒരു ആസിഡ് ഉണ്ട് അല്ലെ. നമ്മുടെ ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്യിപ്പിക്കുന്ന ആസിഡ് ആണ് HCl അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് കൂടുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രൊഡക്ഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം വരാന്നറിയോ? നമുക്ക് ഡൈജസ്റ്റ് ആവില്ല. നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ, ബിരിയാണി ദഹിച്ചു, ഡൈജസ്റ്റ് ആയി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരുപാട് ലോങ് പ്രോസസ്സ് നടക്കണം അല്ലെ, ഡൈജഷൻ നടക്കണം. അപ്പൊ HCl അളവ് കൂടിയാണെന്നുണ്ടെങ്കിൽ ഡൈജഷൻ കറക്റ്റ് ആയിട്ട് നടക്കില്ല. അപ്പൊ നമുക്ക് ഫുൾ ഓഫ് ഡിസ്റ്റർബൻസ് എന്തൊക്കെ വരും? അബ്ഡോമിനൽ പെയിൻ വരും, ഹാർട്ട് ബേൺ വരും, നോസിയ വരും, കോൺസ്റ്റിപ്പേഷൻ വരും. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്റെ അർത്ഥം നമുക്ക് അസിഡിറ്റി വന്നു എന്നാണ്. നമുക്ക് പലപ്പോഴും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസിഡിറ്റി എന്ന് പറഞ്ഞാൽ. ഈ അസിഡിറ്റി വരുമ്പോ അതിന് HCl അളവ് കൂടുതലേ ചെയ്യുന്നത്. അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസ് നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ബേസ് ആണ് അന്റാസിഡ് പിൽ എന്ന് പറയുന്നത്. അന്റാസിഡ് ആണ്. അപ്പൊ ആ സമയത്ത് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുക. കാരണം നമുക്ക് ആസിഡ് കൂടുമ്പോൾ ഒരു ബേസ് കൂടെ വന്നാലേ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുള്ളൂ. സോ അങ്ങനെ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ആ പില്ല് തരുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ HNO3 ലിറ്റ്മസ് പേപ്പർ ടേൺസ് ഡാഷ്. ബ്ലൂ ലിറ്റ്മസ് റെഡ് ആവാണോ, റെഡ് ബ്ലൂ ആവാണോ എന്നാണ് ക്വസ്റ്റ്യൻ. HNO3 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം എന്റെ മക്കൾക്ക് അറിയണം. അതാണ് നൈട്രിക് ആസിഡ്. എന്താണ്? നൈട്രിക് ആസിഡ്. അപ്പൊ പേര് തന്നെയുണ്ട് ആസിഡ് എന്നുള്ളത് അല്ലെ. സോ അതുകൊണ്ട് തന്നെ ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവാണ് ചെയ്യുക. കാരണം നൈട്രിക് ആസിഡ് എന്ന് പറയുന്നത് അസിഡിക് നേച്ചർ കാണിക്കുന്ന ആളാണ്. അസിഡിക്കിൽ എപ്പോഴും ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആവുള്ളൂ. ABR മിസ് പഠിപ്പിച്ചെന്നില്ലേ? അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഏതും ചോദിക്കാട്ടോ. ചിലപ്പോ വേറെ ഏതെങ്കിലും തന്നിട്ട് ബേസ് തന്നിട്ട് നിങ്ങളോട് ചോദിക്കാം, അല്ലെങ്കിൽ വേറെ ആസിഡ് തന്നിട്ട് ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ചോദിക്കുമ്പോഴും നിങ്ങൾ ട്വിസ്റ്റ് ആയി പോരുത്. ഏതാണെന്ന് നോക്കുക, ബേസ് ആണോ ആസിഡ് ആണോ നോക്കുക, എഴുതി വെക്കാം. ഓക്കെ സെറ്റ്. അപ്പൊ ഇതോട് കൂടിയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ തീർന്നിട്ടുണ്ട്. അപ്പൊ മക്കളെ നിങ്ങളുടെ പരീക്ഷ അടിപൊളിയാക്കണം, ഉഷാറാക്കണം. എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ എന്ന് മിസ് ആശംസിക്കുകയാണ്. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ഡിയേഴ്സ്. അപ്പോൾ ലൈവുകളും കാര്യങ്ങളൊക്കെ എന്റെ മക്കൾ മറക്കാതെ കാണാം, അടിപൊളിയാക്കുക, സെറ്റ് ആക്കുക. ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ അതുവരേക്കും ബൈ ബൈ, സീ യു ഡിയേഴ്സ്.